വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ നേരത്തെ ഒരു ലൈവിൻ്റെ എടുത്ത് ശംഖുപുഷ്പത്തിൻ്റെ അതേ സമയം തന്നെ നമ്മൾ ഒരു 4 പച്ചമാങ്ങ പുഴുങ്ങാൻ വെച്ചായിരുന്നു. അപ്പോൾ പുഴുങ്ങിയെടുത്തതാണ് ഇത്. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ഇതാക്കാം. എന്ന് വെച്ചാൽ പച്ചമാങ്ങ ജ്യൂസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചതിന് പക്ഷേ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് പച്ചമാങ്ങ വെച്ചേരം അത് 2 ദിവസം കഴിഞ്ഞ് വെച്ചേരം അത് പഴുത്ത പോലെയായിപ്പോയി. അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുക. നമ്മളെ ജ്യൂസിൻ്റെ മിക്സി വടക്കൈ അപ്പോൾ ചെറുതിലിട്ടിട്ടാണ് അടിക്കുന്നത്. അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുക്കാം. നല്ല പച്ചമാങ്ങ ഈ അരിപ്പയിലിട്ടാൽ നമുക്ക് പഞ്ചസാരപ്പാനി നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടല്ല ശംഖുപുഷ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനും കൂടി രണ്ടിനും കൂടിയാണ് ഞാൻ പച്ചമാങ്ങേൻ്റെ ഇതാക്കിയ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അത്യാവശ്യം ഒരു 3-4 ഇല പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് പുതിനയും കൂടി. അപ്പോൾ ഈ മാങ്ങേൻ്റെ ഈ അണ്ടി ഇതെല്ലാം നല്ലോണം പിഴിഞ്ഞ് ഇതാക്കുക. ചെറിയ മാങ്ങയാണ്, അതുകൊണ്ട് അധികം ഇതില്ല, അണ്ടി അധികം ഇത് വരുന്നില്ല അതിൻ്റെ അടിഭാഗം, അതുകൊണ്ട് കുറച്ചേ വരുന്നുള്ളൂ. ഇതെല്ലാം നന്നായി ഇതാക്കി നല്ല ഇടക്കി മിക്സിയിലിട്ട് ഫുള്ള് പച്ചമാങ്ങ ജ്യൂസ് നല്ല ഇപ്പം ചൂട് സമയത്ത് നല്ലതാണ്. കുടിച്ചാൽ ചൂടടിക്കൂല. ഇതിൻ്റെ കൂടെ 2 ഏലക്കായും കൂടി ഒരു 3 ഏലക്കായും കൂടി ഇടുന്നുണ്ട് നല്ലോണം. ഇനി കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് നമുക്കൊന്ന് കുറച്ചാക്കാം. ജ്യൂസർ വടക്കായതുകൊണ്ട് ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഈ ജാറിലാക്കുന്നത്. എല്ലാം അരിച്ച് അപ്പോൾ ഈ ഏലക്കായിൻ്റെ ചിലയാൾക്ക് ഏലക്കായിൻ്റെ മണം ഇഷ്ടമല്ല, അതുകൊണ്ട് ഇഷ്ടമുള്ള ആൾ ഏലക്കായിൻ്റെ ഇട്ടാൽ മതി. പിന്നെ പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് പുതിനേൻ്റെ ഇഞ്ചീൻ്റെ. അന്ന് നമ്മൾ ഇതിന് നോക്കിയിട്ടില്ല വത്തക്ക ജ്യൂസിന് ഇട്ടിട്ട് നല്ല എരിവും പുളിയും ആയിട്ടുള്ള ഒരു നല്ല എരിവും പുളിയും മധുരമെല്ലാം ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പച്ചമാങ്ങ ജ്യൂസ് നല്ല ഒന്നാന്തരം പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കി. അതിനകത്ത് നേരം നമ്മൾ പഞ്ചസാരപ്പാനി നേരത്തെ ആക്കി വെച്ചിനു. അപ്പോൾ അതിൻ്റെ അകത്താണ് എല്ലാം കൂടി. ഇത് നല്ല ഈ കളറ് കിട്ടുന്നുണ്ട്, പച്ച. ആ കളറ് ഇട്ട് കഴിഞ്ഞാൽ നല്ല മാങ്ങേൻ്റെ കളർ തന്നെ പച്ച കിട്ടും. പച്ചയാക്കും, പക്ഷേ നമ്മൾ കളറൊന്നും ഇടുന്നില്ല. നമ്മൾ സാധാരണ എങ്ങനെയുള്ള അതേ ഇതില്ലാതെ നമ്മൾ ആക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് റെഡിയാക്കുന്ന 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇത് കസ്കസെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കളറിട്ടാൽ നല്ല ശരിക്കും നമ്മളെ പച്ച മാങ്ങേൻ്റെ കളർ ഇങ്ങനെ അതേപോലെ കിട്ടും. പക്ഷേ നമ്മൾ കളറൊന്നും ഇടുന്നില്ല, ഇങ്ങനെ കുടിക്കുക. വെറുതെ എന്തിനാണ് കളറെല്ലാം ഇട്ട് ഇതാക്കുന്നത്, ഒരു കളറാണല്ലോ. ഇങ്ങനെ ദിവസം ഓരോ ഗ്ലാസ് പുറത്തെല്ലാം പോകുന്ന ഇപ്പം കൂലിപ്പണിയെല്ലാം എടുക്കുന്ന ആൾക്ക് ദിവസം ഓരോ ഗ്ലാസ് മാങ്ങ ജ്യൂസ് കുടിച്ചു പോയാൽ ചൂടടിക്കൂല. പച്ചമാങ്ങ ജ്യൂസാണ്, പഴുത്ത മാങ്ങയല്ല. പച്ചമാങ്ങ ജ്യൂസ് ചൂടടിക്കൂല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സൂര്യൻ അടിക്കുന്ന അതെ അത് ഉണ്ടാവില്ല. പിന്നെ ഈ നോർത്തിലെല്ലാം ഈ ഇതായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചമാങ്ങ ജ്യൂസും ഈ കൂവളത്തിൻ്റെ കായ് വരുന്നുണ്ട്. പിന്നെ വേറൊരു വത്തക്ക ഉണ്ട്, അതും എല്ലാം നല്ല അല്ലാണ്ട് ഒരു മഞ്ഞ വത്തക്ക ഉണ്ട്, അതും എല്ലാം കൂടിയാണ് ജ്യൂസാണ്. ഐസ് വേണമെങ്കിൽ ഐസ് ഇടാം. ഇതിങ്ങനെ നല്ല ഗാർണിഷ് ചെയ്യാം.
ഐസിന്റെ എല്ലാം എവിടെയല്ലോ കൊണ്ട് വെച്ചിട്ട് ഐസാക്കിയത്. ഐസിന്റെ വെക്കലില്ല അങ്ങനെ. അപ്പോൾ ഒരു കഷ്ണം ഐസും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് അവിടെയെല്ലാം കടുകെല്ലാം വൃത്തിയാക്കി വെച്ചതാ. ഐസും കൂടി അവിടെ വെച്ച് രണ്ട് ഗ്ലാസ് പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കി. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം, ചൂടടിക്കൂല. ചൂട് സമയത്ത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ സമയത്തും മാങ്ങ പച്ചമാങ്ങ മാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് 2 ദിവസം. അത് കഴിഞ്ഞിട്ട് ആക്കി കഴിഞ്ഞ നേരം അത് പഴുത്ത പോലെ ആയിപ്പോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം പച്ച തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം പച്ചമാങ്ങ ജ്യൂസ് ഇത് നല്ല സൂപ്പറായിട്ടുണ്ട്. ചൂടടിക്കില്ല, ഉണ്ടാക്കി നോക്കുക. എല്ലാവരും കഴിക്കണം, ചൂട് സമയമാണ്. 4 പച്ചമാങ്ങ ജ്യൂസ്. ചെറിയ മാങ്ങ എടുത്ത് നിങ്ങൾ കണ്ടായിരുന്നില്ല. ഇതേപോലത്തെ ഒരു ചെറിയ 4 വാങ്ങിയെടുത്താൽ 2 ഗ്ലാസ് ആക്കി. എന്നും 2 ഗ്ലാസ് അവിടെ ഉണ്ട്. നാളെ കുടിക്കാൻ. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കമന്റ് ചെയ്യുക, അഭിപ്രായം പറയുക. ഈ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് പിന്നെ പുതിന, ഒരു 3-4 ചപ്പ് പുതിന. അഥവാ അതിൻ്റെ മണം ചിലർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇടണ്ട. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കണമെങ്കിൽ സിമ്പിളായിട്ട് ആക്കുക. ചൂടടിക്കൂല. കൂലിപ്പണിയൊക്കെ എല്ലാം പോകുന്ന ആൾക്കാർക്ക് പ്രത്യേകം 1 ഗ്ലാസ് രാവിലെ പോകുമ്പോൾ കൊടുത്താൽ, അവർക്ക് വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് 1 ഗ്ലാസ് കൊടുത്താൽ ചൂടിന് അത്രയും ഒരു ഇത് കിട്ടും. അതുകൊണ്ട് തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവുന്ന. അപ്പം മാങ്ങ വെറുതെ കളഞ്ഞ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എടുക്കാം. എപ്പോൾ ഒന്നും ഉണ്ടാക്കണമെന്നില്ല. ആഴ്ചയോളം ഉണ്ടാക്കി വെച്ചിട്ട് ഓരോ ഗ്ലാസ് ദിവസം പോകുമ്പോൾ കുട്ടികൾക്കായാലും പുറത്ത് പോകുമ്പോൾ എല്ലാം കൊടുക്കുക. നല്ലതാണ്, എല്ലാവരും കുടിക്കുക. ചൂടടിക്കൂല, ചൂട് ഇതൊന്നും വരില്ല. നല്ല ഇതാണ്, തണുപ്പാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.